എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നോക്കുന്നത് കാറിൻ്റെയൊക്കെ ലോക്ക് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് കൂടുതലുണ്ട്. അതിൻ്റെ കാരണങ്ങളൊക്കെ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. കൂടാതെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്ക് വരുന്നത്. ഈ ലോക്കിംഗ് സിസ്റ്റം വരുന്നിട്ട് നമുക്കിതിൽ സ്പ്രിങ് ആക്ഷനിലാണ് വരുന്നത് മെയിനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോറിൻ്റെ ലോക്കിങ്ങിൻ്റെ ആ പോർഷനിലേക്ക് വരുന്നത്. ആ ലോക്കാവുന്ന സംഭവം ഇതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡോറ് പാഡ് അഴിച്ചെടുക്കണം. അപ്പോൾ അതിന് പാഡ് അഴിക്കാനായിട്ട് ഇത് ഡോറിൻ്റെ നമ്മൾ ഗ്ലാസ് നോർമൽ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഗ്ലാസ് പൊക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സ്പ്രിങ് ആദ്യം തട്ടിയെടുത്തിട്ട് വേണം നമുക്ക് ഈ ലോക്ക് ഇതെല്ലാം അഴിച്ചെടുക്കാൻ. അപ്പോൾ ഞാനത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഞാനതെങ്ങനെയാണ് കാണിച്ചു തന്നാണ്. അപ്പോൾ വീഡിയോയിൽ ആദ്യം കാണിച്ച പോലെയാണ് അതിൻ്റെ സ്പ്രിങ് കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഡോർ ഇങ്ങനെ ഉണ്ടാവുക ചെയ്യാം. നമുക്ക് ചെറുതായിട്ട് സൈഡിൽ കൂടെ തിക്കിയിട്ട് വേണം ആ സ്പ്രിങ് നമുക്ക് ഊരി മാറ്റാൻ. ആ സ്പ്രിങ്ങാണിത്. അപ്പോൾ ഇതിൻ്റെ ആ തള്ളി നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് മെല്ലെ അത് ചെറിയ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കത് മെല്ലെ തിക്കി മാറ്റാം. അതിലേക്ക് ഇങ്ങനെ ലോക്കായിരിക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ അങ്ങനെ വേണം നമുക്കിത് ഫസ്റ്റത്തെ നമുക്ക് സെക്ഷൻ ഊരിയെടുക്കാൻ. ഇനി നമുക്ക് ഊരി മാറ്റുന്നത് ഡോറിൻ്റെ സൈഡിൽ സ്പീക്കർ വരുന്നുണ്ടാവും. ആ സ്പീക്കറിൻ്റെ കപ്പ് നമുക്ക് വല്ല തിക്കി മാറ്റാം. തിക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്ക്രൂ ഉണ്ടാവും. അപ്പോൾ ആ സ്ക്രൂ നമ്മൾ ഊരി മാറ്റണം. കൂടാതെ നമ്മൾ ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്കൊരു നീഡിലുണ്ടാവും. ആ നീഡിലിൻ്റെ ഒരു കപ്പ് ഉണ്ടാവും. ആ കപ്പ് ഊരി മാറ്റിയാലും അവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് സ്ക്രൂ ആണ് മെയിനായിട്ട് ഒളിഞ്ഞിരിക്കുന്ന രണ്ട് സ്ക്രൂ ഇട്ടുണ്ടാവുക. പിന്നെ നമുക്ക് ഡോറിൻ്റെ ഹാൻഡിൽ വരുന്നിടത്തും സ്ക്രൂ വരുന്നുണ്ട്. പിന്നെ ഡോറ് ലോക്ക് ഓപ്പൺ ആക്കുന്ന സൈഡിലും സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്ക്രൂ നമുക്ക് ഊരി മാറ്റാം. പിന്നെ കൂടാതെ സൈഡിൽ കുറച്ച് സ്ക്രൂവും കൂടി ഉണ്ടാവും. ഞാൻ അതിൽ കാണിച്ചു തരാം. പിന്നെ ഇത് രണ്ട് സ്ക്രൂ വരുന്നത് പിന്നെ ഇവിടെയാണ്. നമ്മുടെ ലോക്ക് ഓട്ടോമാറ്റിക് ലോക്കാക്കുന്നതിൻ്റെ അതും ഡോറ് തുറക്കാനുള്ളതിൻ്റെ ആ ലോക്കിൻ്റെ അവിടെയാണ് രണ്ട് സ്ക്രൂ ഉണ്ടാവുക. അപ്പോൾ രണ്ട് സ്ക്രൂവും കൂടി നമുക്ക് ഊരി മാറ്റാം. അപ്പോൾ നമ്മൾ എല്ലാ സ്ക്രൂവും ഊരി മാറ്റിയിട്ടുണ്ട്. ഇത് താഴെ രണ്ട് സ്ക്രൂ കൂടി വരുന്നുണ്ട്. അങ്ങനെ കൂടാതെ നമുക്ക് ഡോറിൻ്റെ നമ്മുടെ ഗ്ലാസ് ഉണ്ടല്ലോ, റിഫ്ലക്ടർ ഗ്ലാസിൻ്റെ സൈഡിൽ വരുന്ന സ്ക്രൂ ആണ് ഈ കാണുന്നത്. അവിടെ ഒരു കപ്പ് വരുന്നുണ്ട്. ആ കപ്പ് ഊരി കഴിഞ്ഞാലാണ് നമുക്ക് ഈ സ്ക്രൂ അഴിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാ സ്ക്രൂ നമ്മൾ അഴിച്ചു മാറ്റിയിട്ട് നമുക്ക് പിന്നെ ഡോർ പാഡ് കണ്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കാണാം. അപ്പോൾ സ്പീക്കർ ഉണ്ടെങ്കിൽ ഇതേപോലെ കണക്ഷൻ ഉണ്ടാവും. നമുക്ക് ആ സോക്കറ്റ് മെല്ലെ ഊരിയെടുക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് പൊട്ടിപ്പോവും. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അവിടെ നിന്ന് ഊരാൻ. അപ്പോൾ ഡോർ പാഡിൽ വരുന്ന ലോക്കാണിത് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ലോക്ക് വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ള ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിൽക്കുന്നതായിരിക്കും ഡോറ്. ബാക്കി സ്ക്രൂ അത്രേ ഉണ്ടാവുകയുള്ളൂ. ബാക്കി ഫുൾ ഇതേപോലത്തെ ലോക്കിലായിരിക്കും നിൽക്കുക. അപ്പോൾ നമ്മുടെ ഡോറിന് വരുന്ന മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റിൽ ഒന്നാണ് നമ്മുടെ ഡോർ പാഡിൻ്റെ ഉള്ളിലിരിക്കുന്ന സ്പീക്കറിലേക്ക് മഴ പെയ്യുമ്പോൾ നമ്മുടെ ഡോറിൻ്റെ ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ വരുന്ന ആ വെള്ളമൊക്കെ ഒഴുകിയിട്ട് സ്പീക്കറിൻ്റെ മുകളിലൂടെ വന്നിട്ട് ഇങ്ങനെ തുരുമ്പെടുത്ത് നാശാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ കൂടാതെ നമ്മൾ വണ്ടി കഴുകുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ആ സോപ്പ് വെള്ളം അതെല്ലാം കൂടി നമുക്കിതിൽ വന്നിട്ട് അങ്ങനെ കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ അഴിച്ചു നോക്കിയ ശേഷം നമുക്ക് ഇതിൽ ഉള്ള തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്കൊന്ന് കുറച്ച് ഗ്രീസ് ചെയ്തൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പെട്രോളിയം ജെല്ലി എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ഇടയ്ക്കൊന്ന് തേച്ച് കൊടുത്താൽ അങ്ങനെ കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മുടെ ഡോറിൻ്റെ ലോക്കിൻ്റെ കംപ്ലയിൻ്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ഡോർ തുറക്കാൻ പറ്റുന്നില്ല. നമ്മൾ കീ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഡോർ തുറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് ഊരി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ രണ്ട് സ്ക്രൂ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ലിവർ വെച്ചിട്ടാണ് നമുക്കിതിലേക്ക് നമ്മുടെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഈ ലിവർ ഇതിലേക്ക് ലോക്ക് ചെയ്തിട്ട് ഇവിടെ പ്രസ് ചെയ്ത് വയ്ക്കലാണ്. അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അത് ലിവർ അതിൽ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ അത് ഊരി മാറ്റാൻ ഇതേപോലെ തന്നെ അത് തിക്കി മാറ്റിയ ശേഷമാണ് നമുക്കത് ഊരി മാറ്റാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ലിവർ ആ കാണുന്ന ലിവറാണിത്. അത് അതിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്ത ശേഷം നമുക്ക് അതിലേക്ക് ലോക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതേപോലത്തെ 5 ലിവറോളം ഇതിലുണ്ട്. ഇതിൻ്റെ ഡോറിൻ്റെ ഉള്ളിലാണിത് വരുന്നത്. അപ്പോൾ നമുക്കത് ഓരോന്നോരോന്ന് ഊരി മാറ്റിയാലാണ് നമുക്ക് ഡോറിൻ്റെ ലോക്ക് അഴിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൽ വരുന്ന 2 ലിവറാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ഈ 2 ലിവർ നേരെ ഡോറിൻ്റെ ലോക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കാണാം. ഈ റബ്ബറിൻ്റെ വാഷ് വരുന്ന ഓട്ടോമാറ്റിക് ലോക്കിൻ്റെ സ്വിച്ചാണ് വരുന്നത്. അത് മേലോട്ടും താഴോട്ടും ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ആവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്കിത് കണ്ടില്ലേ, അതിൽ മുകളിലൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു സ്ക്രൂ കാണാം. ഇതിലേക്കാണ് ആ ലിവറുകളൊക്കെ വന്നിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ ബോൾട്ട് നമുക്ക് ഊരി മാറ്റണം. കൂടാതെ ഈ ഒരു ബോൾട്ടും കൂടി ഊരി മാറ്റണം. അങ്ങനെ 2 ബോൾട്ട് നമുക്ക് ഊരി മാറ്റണം. ഗ്ലാസിൻ്റെ ബീഡിങ് അതിലേക്ക് വെച്ചിട്ടില്ല. ഗ്ലാസിൻ്റെ ബീഡിങ് ഊരി മാറ്റിയാലാണ് നമുക്കിത് റെഡിയാക്കാൻ പറ്റുള്ളൂ. കൂടാതെ നമുക്കിവിടെ വരുന്ന 2-3 സ്ക്രൂ വരുന്നുണ്ട്. ആ സ്ക്രൂവും കൂടി ഊരി മാറ്റണം. എന്നാലാണ് നമുക്ക് ലോക്ക് അഴിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്ര സ്ക്രൂ അഴിച്ച് മാറ്റിയിട്ട് ഞാൻ ലോക്ക് എടുത്ത് കാണിച്ചു തരാം. പിന്നെ നമ്മളിതിൽ കാണുന്നത് നമ്മുടെ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഡോറ് തുറക്കുന്ന ഹാൻഡിലുണ്ടല്ലോ, പുറത്തുനിന്ന് തുറക്കുന്ന ആ ലോക്ക്, ആ സിസ്റ്റമാണ് കാണുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു ലിവർ വെച്ചിട്ടാണ് നമ്മൾ കീയിലേക്ക് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ ലോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് 2 സ്ക്രൂ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഊരി മാറ്റാണ്ട് കാണിച്ചു തരാം. ഫ്രണ്ടിൽ നിന്നുള്ള സ്ക്രൂ കാണിച്ചു തരാം.
അപ്പോൾ ഇത് ഡോറിൻ്റെ ഗ്ലാസ് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ മേലോട്ടും താഴോട്ടും ഇതിലൂടെയാണ് പോകുന്നത്. അതിൻ്റെ ബീഡിംഗ് ആണ് കാണുന്നത്. പിന്നെ ഈ കാണുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കീ ലോക്ക് ആവുന്നതിൻ്റെ സ്വിച്ചാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്ക് വരുന്നത്. നമുക്കത് ഊരി മാറ്റാം. അപ്പോൾ നമുക്ക് 3 സ്ക്രൂ അഴിച്ച് മാറ്റി നമുക്ക് ലോക്ക് എടുക്കാം. കൂടാതെ അതിൻ്റെ സൈഡിലുള്ള ലിവറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വല്ല പ്ലാസ്റ്റിക്കിൻ്റെ ലിവറൊക്കെ തിക്കി മാറ്റി നമുക്ക് എടുക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളോട് അഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ലിവർ മാത്രം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇത്ര സ്ക്രൂ കാര്യങ്ങൾ ഊരിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഴിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ലോക്കിൽ ഇതേ ഒരു സ്പ്രിങ് കണ്ടില്ല, ആ സ്പ്രിങ് പൊട്ടിപ്പോയതാണ് കാണുന്നത്. ആ സ്പ്രിങ്ങാണ് നമുക്കിതിൻ്റെ സൈഡിൽ വരുന്നത്. ഇതിൻ്റെ ടോപ്പിൽ വരുന്ന ആ സ്പ്രിങ്ങാണ്, ഏറ്റവും മോൾ ഭാഗത്ത് കാണുന്ന ആ സ്പ്രിങ്ങാണത്. അപ്പോൾ അത് പൊട്ടിപ്പോയതായിരുന്നു എൻ്റെ കംപ്ലയിൻറ്റ്. ഞാനത് ഹീറ്റാക്കിയ ശേഷം ഒന്നുകൂടി സ്പ്രിങ് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടുകയാണ് ചെയ്തത്. ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് സ്പ്രിങ് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് വരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൽ വെള്ളം ഇറങ്ങുകയും നമ്മുടെ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്നുണ്ട്, നമ്മുടെ ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ. അപ്പോൾ ഇത് നേരെ ലിവറിൻ്റെ മുകളിലേക്കും ഇതിൻ്റെ കീൻ്റെ മുകളിൽ കൂടെയൊക്കെയാണ് ഒഴുകുന്നത്. അപ്പോൾ തുരുമ്പ് കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ തുരുമ്പ് വരാണ്ടിരിക്കാൻ നമുക്കൊന്നുമില്ല പെട്രോളിയം ജെല്ലി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് തേച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇടയ്ക്കൊക്കെ അഴിച്ച് നമുക്ക് WD-40 ഇട്ടിട്ട് നമുക്ക് ഡോറ് നമുക്ക് എപ്പോഴും സേഫായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കുറച്ച് പഴക്കം ചെന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഡോറിൻ്റെ തുരുമ്പൊക്കെ വന്നിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക് ലോക്കും കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഡോറിൻ്റെ ലോക്കിൻ്റെ ഈ സിസ്റ്റം വർക്ക് ചെയ്യാണ്ടായി പോയത്, ആ സ്പ്രിങ് അവിടെ നിന്ന് കട്ടായി പോയായിരുന്നു. അപ്പോൾ കട്ടായി പോയപ്പോൾ നമുക്ക് ഈ കാണുന്ന ഈ സിസ്റ്റം ഉണ്ടല്ലോ, ഇത് വർക്ക് ചെയ്യുന്നില്ല. ഈ ആക്ഷൻ കിട്ടാത്തതുകൊണ്ട് ഇവിടുന്ന് ലോക്ക് നേരെ ഓപ്പൺ ആവുന്നില്ല, അങ്ങനെ ലോക്കായി കിടക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ട് വന്നിരുന്ന കംപ്ലയിൻറ്റ് ഇതിൻ്റെ. അപ്പോൾ നമ്മളത് അഴിച്ച് നോക്കി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ ഡോറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വല്ലപ്പോഴൊക്കെ അഴിച്ച് നോക്കിയ ശേഷം നമുക്ക് ആ ബീഡിങ് അഴിച്ച ശേഷം നമുക്ക് കുറച്ച് ക്ലീനിങ് ഓയിലുകളൊക്കെ ഉണ്ട്, WD-40 ഒക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് നമുക്ക് ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം. കൂടാതെ ഉള്ളിൽ സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മളൊന്ന് അഴിച്ച് നോക്കിയ ശേഷം തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നേരെ അത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ലിവർ ഞാൻ അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം കാണിച്ച പോലെ തന്നെ, വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ലിവർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ നമ്മൾ മഴ നനയുന്ന സ്ഥലത്താണുള്ളെങ്കിൽ ഇതേപോലെ മഴയിലൂടെ വരുന്ന കുറേ ആസിഡുകളും കാര്യങ്ങളും വന്നിട്ട് ഡോറ് കാര്യങ്ങളൊക്കെ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിടയ്ക്ക് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുക. കൂടാതെ ഈ പറഞ്ഞ പോലെ WD-40 ഒക്കെ നമ്മുടെ ഈ ഫൈബർ ലോക്ക് അഴിച്ച ശേഷം നമുക്ക് ഉള്ളിലൂടെ നമുക്ക് സ്പ്രേ ചെയ്തിട്ട് തുരുമ്പും കാര്യങ്ങളൊക്കെ വരാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഡോറ് ലോക്ക് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വരുന്നത്. നമുക്ക് കണ്ടില്ലേ, ആ ലോക്ക് വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ലോക്ക് വർക്ക് ചെയ്യുന്നതാണ്. ഓട്ടോമാറ്റിക് ലോക്കാണിത്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് ലോക്കിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ വയറിങ് താഴെ കൂടെയാണ് പോകുന്നത്, ആ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റിക് സോളിനോടാണ് വരുന്നത്. അപ്പോൾ അതിലേക്കുള്ള കണക്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് ചെയ്യുന്നത് ഉള്ളിലെ നീഡിൽ. അങ്ങനെയാണിത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. 2 സോളിനോട് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടാവും. ഒരു സൈഡിലേക്ക് നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ താഴോട്ട് വരുമ്പോൾ ഈ സൈഡിലേക്ക് വർക്ക് ചെയ്യും. അങ്ങനെ മാഗ്നറ്റ് വലിച്ച് ഇങ്ങോട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അതേപോലെ മറ്റേ അപ്പർ സൈഡിലുള്ള കോയിൽ വർക്ക് ചെയ്യുമ്പോൾ നേരെ മുകളിലേക്ക് ലോക്ക് വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കീ റെഡി ആയിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുന്നുണ്ട്, കാര്യങ്ങളൊക്കെ റെഡിയാണ്. അപ്പോൾ ഇതിൽ കീ തിരിക്കുമ്പോൾ നമുക്ക് ഇതിൽ നടക്കുന്ന ഫങ്ഷൻസ് കാണിച്ചു തരാം. ഇതിലേക്ക് ഉള്ളിലൂടെ നമുക്ക് നോക്കുമ്പോൾ കാണാം, നമുക്ക് ആ കീയിൽ നിന്നും ഒരു ലിവർ മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ നമ്മൾ കീ ലോക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ കീ ലോക്ക് ആവുന്നുണ്ട്. നേരെ തിരിച്ച് ഇങ്ങോട്ടാക്കി കഴിയുമ്പോൾ ലോക്ക് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ആ സിസ്റ്റം നമുക്കിതിൽ നടക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ലോക്കും വർക്കിംഗ് ആണ്. അപ്പോൾ മാനുവലായിട്ട് ലോക്ക് ചെയ്യാനും നമുക്ക് കീ തിരിക്കുമ്പോഴും ഇവിടെ ലിവർ മാറുന്നുണ്ട്. അങ്ങനെ ആ സ്പ്രിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലേക്കുള്ള ലോക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ഈ ലോക്കിംഗ് സിസ്റ്റം ഇങ്ങനെ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ലിവറും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഇത് അഴിച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് അഴിച്ചെടുത്തൊക്കെ നന്നാക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ WD-40 കാര്യങ്ങൾ, ഗ്രീസോ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലിയൊക്കെ നമുക്ക് ഇതിനുള്ളിലേക്ക് ഉപയോഗിച്ച് കൊടുക്കാം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഡോറിൻ്റെ പുറത്തുനിന്ന് നമ്മൾ ഡോർ തുറക്കുമ്പോൾ വർക്ക് ചെയ്യുന്ന ലിവറാണ് നമുക്ക് കാണുന്നത്. അത് അതിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സിസ്റ്റമാണ്. കണ്ടില്ല, അതിങ്ങനെ മുകളിലേക്കും താഴോട്ടും ഇങ്ങനെ അഡ്ജസ്റ്റ് ആവും. അത് നേരെ നമ്മുടെ ലോക്കിലേക്ക് പോയിരിക്കുകയാണ്. ലോക്കിൽ അവിടെ ആ സ്പ്രിങ് അഡ്ജസ്റ്റ്മെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലോക്ക് ഓപ്പൺ ആക്കി അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുറത്തുനിന്ന് തുറക്കുന്ന ഡോറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഡോറിൻ്റെ ഗ്ലാസ് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ 2 സ്ക്രൂവിൻ്റെ മുകളിൽ ഫൈബറിലാണ്. ഇത് മുകളിലേക്കും താഴോട്ടും പൊന്നിട്ടാണ് നമ്മുടെ ഗ്ലാസ് അഡ്ജസ്റ്റ് ആവുന്നത്.
അപ്പോൾ നമ്മുടെ ഡോറിൻ്റെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് വരുന്നുണ്ട്. ഇത് നമുക്ക് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫൈബറിൻ്റെ ലോക്ക് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് 2 പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ലോക്കാവുന്നതാണ്. പിന്നെ ബാക്കിയുള്ള സ്ക്രൂ ഒക്കെ നമുക്ക് ടൈറ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ബീഡിങ് ഇങ്ങനെ ഊരി കഴിഞ്ഞാൽ നമ്മുടെ കീയൊക്കെ നമുക്ക് വണ്ടീൻ്റെ ഉള്ളിൽ ലോക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ബീഡിങ് ഊരിയിട്ട് നമുക്കൊരു ചെറിയ സ്ലിമ്മായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഉള്ളിലൂടെ നമുക്ക് ലോക്ക് കാണാം. ആ സംഭവം നമുക്ക് വല്ല തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലോക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഡോറിൻ്റെ ലോക്ക് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടാതെ നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. കൂടാതെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റിൽ ഞാൻ ഫോൾഡർ തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഫോൾഡർ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഏതാണോ നോക്കി കാണാവുന്നതാണ്. കൂടാതെ സർവീസ് വീഡിയോസുകളുണ്ട്. കൂടാതെ ഇൻഫർമേഷൻ വീഡിയോസ് ഉണ്ട്, എഡിറ്റിംഗ് വീഡിയോസ്, വീഡിയോ എഡിറ്റിംഗ് വീഡിയോസൊക്കെ ഉണ്ട്, ഫോട്ടോ എഡിറ്റിംഗ് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് കാണാവുന്നതാണ്. പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.